Hello students, Chemical Kinetics എന്ന ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്സ് നമുക്ക് പഠിക്കാം. Molecularity of a chemical reaction. Molecularity എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടി പഠിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കാം. മെയിനായിട്ട് നമ്മൾ പഠിച്ചൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എ റിയാക്ഷനെ പറ്റിയിട്ടാണ്. എന്താണ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ? Sum of powers of the concentration of the reactants in the rate law expression is called the order of that chemical reaction. അതായത് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ എടുത്ത് എഴുതി, ആ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതി, ആ റേറ്റ് ലോ എക്സ്പ്രഷനിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റിൻ്റെ പവേഴ്സ് നമ്മൾ എഴുതുകയാണ്. ആ പവേഴ്സിൻ്റെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് ദാറ്റ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഓർഡർ അല്ലെങ്കിൽ സം ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കാം, 1 ആയിരിക്കാം, 2 ആയിരിക്കാം, 3 വരെ ആവാം, ഈവൻ ഫ്രാക്ഷൻ നമ്പേഴ്സും വരാം. ഇനി നമ്മൾ പല എക്സാമ്പിൾസും കണ്ടു. അതിൽ നിന്ന് ഇനീഷ്യൽ റേറ്റ് ഫോർമേഷൻ ഓഫ് NO2ൻ്റെ ഇനീഷ്യൽ റേറ്റ് ഫോർമേഷൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ ഡാറ്റയൊക്കെ നമ്മൾ കണ്ടു. അതിൽ നിന്നെല്ലാം മനസ്സിലായിട്ടുള്ളത് ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഇനി അതുകൂടാതെ ധാരാളം എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കണ്ടു. അതിൽ നിന്ന് മനസ്സിലായത് ഒരു റിയാക്ഷനെ, കെമിക്കൽ റിയാക്ഷനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ നമുക്ക് അവയുടെ ഓർഡർ എന്താണെന്ന് തീരുമാനിക്കാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് എക്സ്പെരിമെൻ്റലി. സോ ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി. ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഈസ് ആൻ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി ആണ് നമ്മൾ കണ്ടു. ഇനി ഈ ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റിയാക്ഷൻ മെക്കാനിസം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നതും ഇസ് ആൻ അനദർ പ്രോപ്പർട്ടി ഓഫ് റിയാക്ഷൻ ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് കെമിക്കൽ റിയാക്ഷൻ മെക്കാനിസം മനസ്സിലാക്കുക. അപ്പോൾ ഈ റിയാക്ഷൻ മെക്കാനിസത്തിൻ്റെ ബേസിൽ റിയാക്ഷൻസിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റിയാക്ഷൻ ബേസ്ഡ് ഓൺ റിയാക്ഷൻ മെക്കാനിസം 2 ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എലിമെൻ്ററി റിയാക്ഷൻസ്. എലിമെൻ്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കതിൽ തന്നെ അറിയാം, സിംഗിൾ സ്റ്റെപ്പാണ്, സിംഗിൾ റിയാക്ഷനാണ്, സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ എന്ന് പറയാം. നമുക്ക് എന്താണ് എലിമെൻ്ററി റിയാക്ഷനും? സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് കോംപ്ലക്സ് റിയാക്ഷൻ, അതായത് കോംപ്ലക്സ് ആണ്. ഇപ്പോൾ സിമ്പിൾ റിയാക്ഷൻസും കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറയാം. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. എലിമെൻ്ററി റിയാക്ഷനിൽ ഓൺലി 1 സ്റ്റെപ്പ് റിയാക്ഷനാണ്. നോ ഇൻ്റർമീഡിയറ്റ്, ഓൺലി 1 ട്രാൻസിഷൻ സ്റ്റേറ്റ്, ഫർദർ ഡിവൈഡഡ് ഇൻ യൂണിമോളിക്കുലാർ, ബൈമോളിക്കുലാർ ആൻഡ് ടെർമോളിക്കുലാർ റിയാക്ഷൻ ബേസ്ഡ് ഓൺ മോളിക്കുലാരിറ്റി. ആ മോളിക്കുലാരിറ്റി എന്ന പ്രോപ്പർട്ടി അനുസരിച്ച് സിംഗിൾ റിയാക്ഷൻ അല്ലെങ്കിൽ സിമ്പിൾ റിയാക്ഷനെ, സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനെ നമ്മൾ യൂണിമോളിക്കുലാർ, ബൈമോളിക്കുലാർ, ടെർമോളിക്കുലാർ അല്ലെങ്കിൽ ട്രൈമോളിക്കുലാർ എന്നൊക്കെ പറയുന്നു. ആകെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റേ ഉണ്ടാകുള്ളൂ. ഇൻ്റർമീഡിയറ്റ് ഫോർമേഷൻ ഇല്ല അവിടെ. ഒറ്റ സ്റ്റെപ്പിൽ റിയാക്ഷൻ കംപ്ലീറ്റ് ആകുന്നു. ഇതിനെയാണ് നമ്മൾ എലിമെൻ്ററി റിയാക്ഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാലോ 2 or more സ്റ്റെപ്സ് ഉണ്ടായിരിക്കും, ഇൻ്റർമീഡിയറ്റ് ഫോർമേഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. റേറ്റ് ഓഫ് ഓവറോൾ കോംപ്ലക്സ് റിയാക്ഷൻ ഈസ് ദ റേറ്റ് ഓഫ് സ്ലോവസ്റ്റ് റിയാക്ഷൻ സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഒന്നിൽ കൂടുതൽ സ്റ്റെപ്സ് ഉണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഏതാണോ ആ സ്റ്റെപ്പാണ് ആ ഇക്വേഷൻ്റെ റേറ്റ് തീരുമാനിക്കുന്നത്. ആ റേറ്റ് ഓഫ് ഫോർമേഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിൻ്റെ റിയാക്ഷൻ റേറ്റ് ആണ്. അതിനെയാണ് നമ്മൾ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഇവയുടെ ഗ്രാഫ് ഒന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് എലിമെൻ്ററി റിയാക്ഷനും കോംപ്ലക്സ് റിയാക്ഷനും ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇതാണ് എലിമെൻ്ററി റിയാക്ഷൻ. റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറുന്നു. ഒരൊറ്റ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ കൂടിയാണ്, ഇൻ്റർമീഡിയറ്റ് ഒന്നും ഇവിടെ ഫോം ചെയ്യുന്നില്ല. എന്നാൽ കോംപ്ലക്സ് റിയാക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഇവിടെ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറുന്നതിൻ്റെ ഇടയിൽ 2 ട്രാൻസിഷൻ സ്റ്റേറ്റ് വരുന്നുണ്ട്, ഒരു ഇൻ്റർമീഡിയറ്റ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. അതായത് ഇത് 2 or more സ്റ്റെപ്സിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ് കോംപ്ലക്സ് റിയാക്ഷൻസ്. എലിമെൻ്ററി റിയാക്ഷൻ തന്നെ ഒറ്റ സ്റ്റെപ്പ് റിയാക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മീനിങ് ഒന്നും കൂടെ ഒന്ന് നോക്കാം. ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ 1 സ്റ്റെപ്പ് ആർ കോൾഡ് എലിമെൻ്ററി reactions. When a sequence of elementary reaction give us the product, the reactions are called complex reactions.
മനസ്സിലായി. അപ്പോൾ സീക്വൻസ് ഓഫ് എലിമെൻ്ററി റിയാക്ഷൻസ് വരുമ്പോൾ എലിമെൻ്ററി റിയാക്ഷൻ എന്തായി മാറി? കോംപ്ലക്സ് റിയാക്ഷൻസ് ആയിട്ട് മാറി. മനസ്സിലായോ? ഇനി ഇത് കൂടാതെ കോംപ്ലക്സ് റിയാക്ഷന് കുറച്ചും കൂടി എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റിലൊക്കെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. അതിനിടയിൽ മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ? നമ്മൾ പറഞ്ഞു ഒരു റിയാക്ഷൻ മെക്കാനിസം നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് സഹായിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മോളിക്കുലാരിറ്റി. ഓർഡർ ഓഫ് റിയാക്ഷൻ പറയുന്ന പോലെ തന്നെ മോളിക്കുലാരിറ്റിയും റിയാക്ഷൻ മെക്കാനിസത്തിനെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു. എന്താണ് മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ? The number of reacting species taking part in an elementary reaction which must collide simultaneously in order to bring about a chemical reaction is called molecularity of a reaction. അതായത് റിയാക്ടിങ് സ്പീഷീസ്, അതിൽ ആറ്റംസ് ആവാം, അയോൺസ് ഓർ മോളിക്യൂൾസ് ആയിരിക്കാം, ഇവ എലിമെൻ്ററി റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. അവയുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളിക്കുലാരിറ്റി. അവ എന്താ ചെയ്യുന്നത്? അവ കൊളൈഡയാണ്, കൊളീഷനാണ് അവിടെ നടക്കുന്നത്. കൊളൈഡ് ചെയ്തിട്ടാണ് അവ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയാം, മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് ഇൻ എൻ എലിമെൻ്ററി റിയാക്ഷൻ. അപ്പം മോളിക്കുലാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയുന്നു ഫോർ എൻ എലിമെൻ്ററി റിയാക്ഷൻ്റെ കേസിലാണ് പറയുന്നത്. നമുക്ക് ഓർഡറിൻ്റെയും മോളിക്കുലാരിറ്റിയും ഡിഫറൻസ് ഒക്കെ നോക്കുമ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഡികമ്പോസിഷൻ ഓഫ് അമോണിയം നൈട്രേറ്റ് ടു നൈട്രജൻ ആൻഡ് H2O ആയിട്ട് മാറും. ഇവിടെ എത്ര റിയാക്ടിങ് സ്പീഷീസ് ഉണ്ട്? ഒറ്റ റിയാക്ടിങ് സ്പീഷീസ് അല്ലേ? അമോണിയം നൈട്രേറ്റ് ഡികമ്പോസ് ചെയ്തിട്ടാണ് N2+2H2 ആയിട്ട് മാറുന്നത്. അടുത്ത കേസിൽ നോക്കാം. 2HI ഗീവ് H2+ ആയിട്ടും. ഇവിടെ എത്ര റിയാക്ടിങ് സ്പീഷീസ് കൊളൈഡ് ചെയ്യുന്നുണ്ട്? 2HI അല്ലേ? 2 HI മോളിക്യൂൾസ്, ആറ്റംസ് എന്ത് ചെയ്യുന്നു? മോളിക്യൂള് എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? റിയാക്ഷനെ കൊണ്ടുപോകുന്നത് അല്ലേ? അപ്പം നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് 2 ആണ്. അടുത്ത കേസ് ഒന്ന് നോക്കാം. 2NO+O2 ഗീവ് 2NO2. ഇവിടെ എത്ര റിയാക്ടിങ് സ്പീഷീസ് ഉണ്ട്? 2 NO ഉണ്ട്, 1 ഓക്സിജൻ ഉണ്ട്. ഈ 3 ആറ്റങ്ങളും 3 മോളിക്യൂൾസും തമ്മിൽ കൊളൈഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? 2NO2 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഈ റിയാക്ടിങ് സ്പീഷീസിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ മോളിക്കുലാരിറ്റി ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടെന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. യൂണിമോളിക്കുലാർ, അതായത് 1 റിയാക്ടിങ് സ്പീഷീസ് ഈസ് ഇൻവോൾവ്. ഇനി ഇവിടെ നമുക്ക് കണ്ടു അല്ലേ? ബൈമോളിക്കുലാർ എന്ന് പറഞ്ഞാലോ 2 റിയാക്ടിങ് സ്പീഷീസ് ആർ ഇൻവോൾവ്, 2 റിയാക്ടിങ് സ്പീഷീസ് ഉണ്ട്. ഇനി ട്രൈ ഓർ ടെർമോളിക്കുലാർ എന്ന് പറഞ്ഞാലോ 3 റിയാക്ടിങ് സ്പീഷീസ് ആർ ഇൻവോൾവ്. അത് നമുക്ക് അതിൻ്റെ പിക്ചർ ഒന്ന് നോക്കാം. ഇവിടെ കൊളൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡികമ്പോസിഷനാണ് സംഭവിക്കുന്നത്. ഇനി 2 റിയാക്ടിങ് സ്പീഷീസ് ഉണ്ടെങ്കിൽ ഇവ തമ്മിൽ കൊളീഷൻ നടക്കുന്നു. ഇനി 3 റിയാക്ടിങ് സ്പീഷീസ് ഉണ്ടെങ്കിൽ ഈ 3 റിയാക്ടിങ് സ്പീഷീസും കൊളൈഡ് സൈമൾട്ടേനിയസ്ലി ടു ബ്രിങ് അബൌട്ട് ദി റിയാക്ഷൻ. മനസ്സിലായല്ലോ? ഇനി ഇവിടെ നോക്കുക, ഈ 3 റിയാക്ടിങ് സ്പീഷീസിൻ്റെ കൊളീഷൻ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം, എളുപ്പമുണ്ട് അല്ലേ? പോസിബിൾ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ ഇതിൽ കൂടുതൽ എണ്ണം കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ പോസിബിലിറ്റി കുറയുന്നു. റിയാക്ടിങ് സ്പീഷീസിൻ്റെ എണ്ണം 3ൽ കൂടുതലായി കഴിഞ്ഞാൽ ആ കൊളൈഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്താണ്? കുറഞ്ഞു വരുന്നു. നമുക്കൊന്ന് നോക്കാം. ദ പ്രോബബിലിറ്റി ദാറ്റ് മോർ ദാൻ 3 മോളിക്യൂൾസ് ക്യാൻ കൊളൈഡ് ആൻഡ് റിയാക്ട് സൈമൾട്ടേനിയസ്ലി ഈസ് വെരി സ്മോൾ ആണ്. കൂടുതൽ എണ്ണം വരുമ്പോൾ നമുക്കറിയാം കൊളീഷൻ്റെ ആ ഒരു ഇഫക്റ്റ് അവിടെ കുറഞ്ഞു വരുന്നു. ദ റിയാക്ഷൻ വിത്ത് മോളിക്കുലാരിറ്റി 3 ആർ വെരി റെയർ ആണ് ആൻഡ് ഈസ് നോട്ട് ഒബ്സർവ്ഡ് തന്നെ പറയാം. ഓർ ആൻഡ് സ്ലോ ടു പ്രൊസീഡ്, വളരെ സ്ലോ ആയിട്ടാണ് അത് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പം മോർ ദാൻ 3 മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 3 മോളിക്യൂൾസ്, അതായത് 3 എന്ന് പറയുന്ന മോളിക്കുലാരിറ്റി വളരെ റെയർ ആയിട്ടുള്ള കേസാണ്. ഇനി അത് ചില കേസുകളിൽ മിക്കതും എന്താണ്? നോട്ട് ഒബ്സർവ്ഡ് ആണ്. മനസ്സിലായല്ലോ? അപ്പം ഇത്രയാണ് നമ്മൾ മോളിക്കുലാരിറ്റിയെ പറ്റി പറയുന്നത്. അപ്പം നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് ടേക്കിംഗ് പാർട്ട് ഇൻ എലമെൻ്ററി റിയാക്ഷൻ എന്ന് എടുത്തു പറയുന്നു ഈസ് ദി മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻസിൻ്റെ മോളിക്കുലാരിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്ത് നമ്മൾ പറയുന്നത് കോംപ്ലക്സ് റിയാക്ഷൻസ്. അപ്പോൾ എലിമെൻ്ററി റിയാക്ഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൽ നിന്നാണ് നമ്മൾ മോളിക്കുലാരിറ്റി എന്താണെന്ന് മനസ്സിലായത്. ഇനി നമ്മൾ കോംപ്ലക്സ് റിയാക്ഷനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. കോംപ്ലക്സ് റിയാക്ഷൻ പറഞ്ഞു ഒറ്റ സ്റ്റെപ്പിൽ നടക്കില്ല, എന്താണ് ഇൻ്റർമീഡിയറ്റുകൾ ഫോം ചെയ്യുന്നു. പിന്നെ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഒന്നിൽ കൂടുതൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ഒന്നിൽ കൂടുതൽ സ്റ്റെപ്സ് ഉണ്ടാകും. അതിൽ സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പായിട്ട് വരുന്നത്.
ഇനി ഈ കോംപ്ലക്സ് റിയാക്ഷൻസിന് കുറച്ച് എക്സാമ്പിൾസ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ ടൈപ്പിലാണ് കോംപ്ലക്സ് റിയാക്ഷൻസ് വരിക. ഒരു ടൈപ്പാണ് കോൺസിക്യൂട്ടീവ് റിയാക്ഷൻസ്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം അങ്ങനെയുള്ള റിയാക്ഷൻസ് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുമോ? ഇല്ല, പല സ്റ്റെപ്പുകളും വേണ്ടി വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊരു കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറയാം. പോളിമറൈസേഷൻ, തെർമൽ ക്രാക്കിംഗ്, ക്ലോറിനേഷൻ ഓഫ് ഹൈഡ്രോ കാർബൺ, ഈ എക്സാമ്പിൾസൊക്കെ കുറേയൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് എന്താണ് ഒരു തരത്തിലുള്ള കോംപ്ലക്സ് റിയാക്ഷൻസ് ആണ്. ഇനി ടെക്സ്റ്റിൽ പറയുന്ന അനദർ എക്സാമ്പിളാണ് ഓക്സിഡേഷൻ ഓഫ് ഈഥെയ്ൻ ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ പാസസ് ത്രൂ എ സീരീസ് ഓഫ് ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്സ് ഇൻ വിച്ച് ആൽക്കഹോൾ, ആൽഡിഹൈഡ്, ആസിഡ് ഇതൊക്കെ ഫോം ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഓക്സിഡേഷൻ ഓഫ് ഈഥെയ്ൻ മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസിക്യൂട്ടീവ് റിയാക്ഷൻ അല്ലെങ്കിൽ കോംപ്ലക്സ് റിയാക്ഷൻ ആണ്. ഒന്നിൽ കൂടുതൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പുകളുണ്ട്, ട്രാൻസിഷൻ സ്റ്റേറ്റുകൾ ഉണ്ടാവാം. അതൊരു കോംപ്ലക്സ് റിയാക്ഷൻ ആണ്. ഇനി അനദർ ടൈപ്പ് റിയാക്ഷൻസ് ആണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ആൻഡ് അയഡിൻ വേപ്പർ ടു ഫോം ഹൈഡ്രജൻ അയഡൈഡ് അല്ലേ. ഇത് നോക്കൂ, ഇതൊരു റിവേഴ്സിബിൾ ആണ്. ഇനി റിവേഴ്സ് റിയാക്ഷനിൽ എന്ത് സംഭവിക്കും? ഹൈഡ്രജൻ അയഡൈഡ് ഡിക്കമ്പോസ് ചെയ്ത് ഹൈഡ്രജൻ ആൻഡ് അയഡിനായിട്ട് മാറും. അപ്പോൾ ഇതൊരു ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്നില്ല, റിവേഴ്സിബിൾ ആണ്. ഒറ്റ സ്റ്റെപ്പിൽ നടന്നു, H2 ആയിട്ടും ഉണ്ടായി, അടുത്ത സ്റ്റെപ്പിൽ അതെന്താകുന്നു? റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ നടക്കുന്നു. മനസ്സിലായോ? അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് റിയാക്ഷൻസ് ആണ്. ഇനി അടുത്ത ടൈപ്പ് എക്സാമ്പിൾസ് ആണ് സൈഡ് റിയാക്ഷൻസ്. ദാറ്റ് ഒക്കേഴ്സ് അറ്റ് ദ സെയിം time as the actual main reaction, but to a lesser extent it will lead to the formation of byproducts. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ചില കേസുകളിൽ അതായത് നൈട്രേഷൻ ഓഫ് ഫീനോളിൻ്റെ നൈട്രേഷൻ റിയാക്ഷൻ, ഓർത്തോ നൈട്രോഫീനോളും പാരാനൈട്രോഫീനോളും നമുക്കുണ്ടാകുന്നു. മെയിനായിട്ട് നടക്കുന്ന റിയാക്ഷൻ എന്നത് ഓർത്തോ നൈട്രോഫീനോളാണ്. ബൈ പ്രൊഡക്റ്റായിട്ട് സൈഡ് റിയാക്ഷൻ അല്ലെങ്കിൽ ലെസർ എക്സ്റ്റെൻറ്റിൽ നടക്കുന്ന റിയാക്ഷനാണ് എന്ത്? പാരാനൈട്രോഫീനോൾ ഉണ്ടാകുന്ന സൈഡ് റിയാക്ഷൻ. അപ്പോൾ ഇതും നമുക്ക് പറയാം ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ അല്ല, ഇതൊരു കോംപ്ലക്സ് റിയാക്ഷൻസ് ആണ്. മനസ്സിലായോ? അപ്പോൾ കോൺസിക്യൂട്ടീവ് റിയാക്ഷൻസും റിവേഴ്സിബിൾ റിയാക്ഷൻസ്, സൈഡ് റിയാക്ഷൻസും ഒക്കെ എന്താണ്? കോംപ്ലക്സ് റിയാക്ഷൻസ് ആണ്. മനസ്സിലായല്ലോ? ഇനി കോംപ്ലക്സ് റിയാക്ഷൻ എക്സാമ്പിൾ ആണ് ഡികമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് വിച്ച് ഈസ് കാറ്റലൈസ്ഡ് ബൈ അയഡൈഡ് ഇൻ ആൻ ആൽക്കലൈൻ മീഡിയം. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡികമ്പോസിഷനാണ്. അയഡൈഡിൻ്റെ പ്രസൻസിൽ അത് കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നു. ആൽക്കലൈൻ മീഡിയത്തിൽ 2H2O + O2 ആയിട്ട് അവ ഡികമ്പോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എടുത്ത് പറയുകയാണ് ഇതൊരു കോംപ്ലക്സ് റിയാക്ഷനാണ്. അതായത് കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൾട്ടിപ്പിൾ സ്റ്റെപ്പിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. 2H2O2 give 2H2O + O2. സ്റ്റെപ്പ് 1ൽ എന്ത് സംഭവിക്കുന്നു? H2O2 + I- give H2O + IO-. വാട്ടറായിട്ടും IO- ആയിട്ട് മാറുന്നു. ഈ IO- എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇൻ്റർമീഡിയറ്റ് ആണ്. ഈ ഒരു സ്റ്റെപ്പിൻ്റെ റേറ്റ് നമ്മൾ നോക്കിയപ്പോൾ വളരെ സ്ലോ ആണെന്ന് മനസ്സിലായി. ഇനി ഇവിടെ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്നില്ല. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കുന്നു? H2O2 + IO- ആയിട്ട് അഗെയിൻ റിയാക്ട് ചെയ്ത് H2O + I- + O2 ആയിട്ട് മാറുന്നു. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. ഈ ഒരു റേറ്റ് ലോ എക്സ്പ്രഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ നമ്മൾ എടുത്തെഴുതിയാൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I-. ഇത് ഏത് സ്റ്റെപ്പാണ്? ഏത് സ്റ്റെപ്പിൽ നിന്നാണ് നമ്മൾ ഈ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതിയത്? അതായത് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ അല്ലേ. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ആ സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റേറ്റ് ലോ എക്സ്പ്രഷൻ ഏത് ടൈമിലാണ് എഴുതുക? ഫസ്റ്റ് സ്റ്റെപ്പിൽ, അതായത് സ്ലോ ആയിട്ട് നടക്കുന്ന സ്റ്റെപ്പിൻ്റെ ആണ് റേറ്റ് ലോ എക്സ്പ്രഷൻ നമ്മൾ എഴുതുക. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റേറ്റ് ഓഫ് റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഡിഫറൻഷ്യൽ ഫോമും കൂടെ ഒന്ന് എഴുതി നോക്കാം അല്ലേ. റേറ്റ് ഈസ് ഈക്വൽ ടു -d/dt H2O2 gives K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O2 ഇൻറ്റു I-. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലായി എന്താണ് റേറ്റ് ലോ തീരുമാനിക്കുക, റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്പ്, അവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫോർമേഷനും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ നോട്ടൊന്ന് നമുക്ക് എഴുതാം. ബോത്ത് ദീസ് സ്റ്റെപ്സ് ആർ ബൈമോളിക്കുലർ എലമെൻ്ററി റിയാക്ഷൻസ് ആണ് അല്ലേ. ഇവിടെ രണ്ട് മോളിക്യൂൾ റിയാക്ടിങ് സ്പീഷീസ് ആണുള്ളത്. അപ്പോൾ മോളിക്കുലാരിറ്റി എന്താണ്? 2 ആണ്. ബൈമോളിക്കുലർ ആണ്. എലിമെൻ്ററി റിയാക്ഷൻസ്
സ്പീഷീസ് IO- ഈസ് കോൾഡ് ആൻ ഇൻ്റർമീഡിയറ്റ്. ഇനി അടുത്ത പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ബീങ് വെരി സ്ലോ, ഇറ്റ് ഈസ് ദി റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് the rate of formation of intermediate will determine the rate of this reaction. അപ്പോൾ എവിടെയാണ് ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്തത്, എവിടെയാണ് സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്പ് നടന്നത്, അതാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ് വിൽ ഡിറ്റർമിൻ ദി റേറ്റ് ഓഫ് ദിസ് ഡികമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് കോംപ്ലക്സ് റിയാക്ഷനിൽ നമ്മൾ മോളിക്കുലാരിറ്റിയെ പറയുന്നതും അതുപോലെ തന്നെ റേറ്റ് ഡിറ്റർമിനിങ് പറയുന്നത്. ഇപ്പോൾ കോംപ്ലക്സ് റിയാക്ഷന് നമ്മൾ മോളിക്കുലാരിറ്റി എടുത്ത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതായത് കുറേ 2 സ്റ്റെപ്പിൽ ഒന്നിൽ കൂടുതൽ സ്റ്റെപ്സ് നടക്കുമ്പോൾ മോളിക്കുലാരിറ്റി ഇന്നതാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇപ്പോൾ ഈ ഒരു റിയാക്ഷനിലാണ് 2 സ്റ്റെപ്പിലും ബൈമോളിക്കുലാറായിട്ട് നടന്നത്. അല്ലാത്ത കേസുകളും വരാം അല്ലേ, പല മോളിക്കുലാരിറ്റി എണ്ണം വരും. ഇപ്പോൾ ഒരു കോംപ്ലക്സ് റിയാക്ഷനിൽ മോളിക്കുലാരിറ്റി നമുക്ക് എടുത്ത് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമുക്ക് ഓർഡർ വേണമെങ്കിൽ പറയാം, ഓർഡർ എടുത്ത് പറയാം. അതായത് എന്താണ് ഓർഡർ എന്ന് പറയുന്നത്, അതായത് സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്പ് ഏതാണോ അതാണ് അതിൻ്റെ ഓർഡർ ഓഫ് റിയാക്ഷൻ ആയിട്ട് വരിക. ഇനി നമുക്ക് അനദർ എക്സാമ്പിളും കൂടെ ഒന്ന് നോക്കാം. Complex reaction involving more than 3 molecules in the stoichiometric equation must take place in more than 1 step. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ് അല്ലേ. ഇനി നമുക്കൊരു ഇക്വേഷനും കൂടെ ഒരു എക്സാമ്പിളൊന്നും കൂടെ നോക്കാം. KClO3 + 6FeSO4 + 3H2SO4 give KCl + 3Fe2SO4 3 times thrice എന്ന് പറയാം, അല്ലെങ്കിൽ 3H2O + 3H2O. ഈ ഒരു റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി ഇപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊരു കോംപ്ലക്സ് റിയാക്ഷനാണ്. ഇതിൻ്റെ മോളിക്കുലാരിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കിയേ. 1 + 6 + 3 = 10 എന്നാണ് കിട്ടുക അല്ലേ മോളിക്കുലാരിറ്റി. പക്ഷേ ഇതൊരു സിംഗിൾ സ്റ്റെപ്പല്ല, ഇതിൽ വീണ്ടും സ്റ്റെപ്പുകൾ ധാരാളം വരാം. അതായത് എലിമെൻ്ററി റിയാക്ഷൻസ് ധാരാളം വരാം. അതിൽ നിന്നാണ് നമ്മൾ ഈ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾക്ക് മോളിക്കുലാരിറ്റി എടുത്ത് പറയാനായിട്ട് സാധിക്കില്ല. 10 എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു മോളിക്കുലാരിറ്റി അല്ല. ഇനി ഇതിൻ്റെ ഓർഡർ ഓഫ് റിയാക്ഷൻ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഇത് ഓരോ എലിമെൻ്ററി റിയാക്ഷൻസ് സ്റ്റെപ്പുകളിലായിട്ട് നടക്കുമ്പോൾ അതിൽ ഒരു സ്റ്റെപ്പ് എന്തായാലും വളരെ സ്ലോ സ്റ്റെപ്പായിരിക്കും, ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്ന സ്റ്റെപ്പ് ഉണ്ടായിരിക്കാം. അതാണ് അവിടുത്തെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അതിൻ്റെ ഓർഡറാണ് ഈ റിയാക്ഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അതായത് ദിസ് റിയാക്ഷൻ ഈസ് ആക്ച്വലി എ സെക്കൻഡ് ഓർഡർ റിയാക്ഷനാണ്. ആക്ച്വലി ഈസ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷനാണ്. അപ്പോൾ നമുക്ക് ഒരു കോംപ്ലക്സ് റിയാക്ഷനിലെ മോളിക്കുലാരിറ്റിക്ക് വലിയ പ്രസക്തിയില്ല. ഓർഡർ നമുക്ക് പറയാം ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കൊന്നും കൂടെ പോയിന്റ് നോക്കാം. ദ ഓവറോൾ റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ ദി സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഇൻ എ റിയാക്ഷൻ കോൾഡ് ദി റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നമുക്ക് നോക്കാം. റിയാക്ഷൻ വിത്ത് മോളിക്കുലാരിറ്റി 3 are very rare and slow to proceed പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി എന്താ നമുക്ക് ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സം ഓഫ് ദ എക്സ്പോണൻറ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഇൻ ദ റേറ്റ് ലോ. ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് ദാറ്റ് പാർട്ടിസിപ്പേറ്റ് സൈമൾട്ടേനിയസ്ലി ടു ബ്രിങ് അബൌട്ട് ദ റിയാക്ഷൻ. ഇനി ഓർഡർ എന്ന് പറയുന്നത് 0 ആവാം, 1, 2, 3 ഫ്രാക്ഷണൽ വാല്യൂസും വരാം. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് cannot be 0, it is always a whole number. It can be determined, order can be determined experimentally. നമ്മൾ പറഞ്ഞതാണ് എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. മോളിക്കുലാരിറ്റി can be calculated by simple adding the molecule of the slowest step. It is theoretical quantity ആണ്. Order applicable to elementary as well as complex reaction. Molecularity applicable only for elementary reaction. For complex reaction, molecularity has no meaning. For complex reaction, order is given by slowest step. For complex reaction, molecularity of the slowest step is same as the order of the overall reaction. അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് മോളിക്കുലാരിറ്റി എടുത്ത് പറയാനായിട്ട് സാധിക്കില്ല. ഇനി for simple reaction, the order may or may not be equal to the number of molecule of the reactants as seen in balanced equation. That is stoichiometric coefficient അല്ലേ. ഇനി മോളിക്കുലാരിറ്റിയിലാണെങ്കിലോ for simple reaction, the molecularity can be obtained from the stoichiometry of the equation. മനസ്സിലായി? അപ്പോൾ ഇതാണ് ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ കുറച്ച് പോയിൻറ്റ്സ് പഠിച്ചിരിക്കണം, പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയാണ് തിയറി പാർട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് വരെ. നമുക്ക് ടെക്സ്റ്റിലുള്ള കുറച്ച് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും എക്സസൈസിലൊരു ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് നോക്കാം. ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സസൈസ്.
ടെക്സ്റ്റിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദ റിയാക്ഷൻ R2P ദ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്റ്റൻറ്റ് ചേഞ്ചസ് ഫ്രം 0.03 മോളാർ to 0.02 mol in 25 minutes. Calculate the average rate of reaction using units of time both in minutes and seconds. നമുക്ക് ബോർഡ് വർക്ക് നേരിട്ട് നോക്കാം ആൻസർ. ആവറേജ് റേറ്റ് ആണ് നമുക്ക് എഴുതാനുള്ളത്. നമുക്കറിയാം ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് R ബൈ ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ R എന്ന് പറഞ്ഞാൽ R2 മൈനസ് R1, അതായത് കോൺസെൻട്രേഷനിൽ ചേഞ്ച് വന്നത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ അതിൽ R2 മൈനസ് ഫൈനൽ മൈനസ് ഇനീഷ്യലാണ് വരിക. അപ്പോൾ നമ്മൾ അതെടുത്ത് എഴുതി തന്നിട്ടുള്ള ഫസ്റ്റ് അത് ആദ്യത്തെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എഴുതി, ഫൈനൽ കോൺസെൻട്രേഷൻ എഴുതി, ടൈം 25 മിനിറ്റ്സ് തന്നിട്ടുണ്ട്. നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0.02 മൈനസ് 0.03. അപ്പോൾ നമുക്ക് കിട്ടി നെഗറ്റീവ് ഉണ്ട് ഇവിടെ. നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി, രണ്ടും കൂടെ ഒരു പോസിറ്റീവ് റേറ്റ് ആണ് നമുക്ക് കിട്ടുക. 4 × 10⁻⁻⁴ മോൾ പെർ മിനിറ്റ് എന്നാണ് കിട്ടുക. ഇത് നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ബൈ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 6.67 × 10⁻⁻6 മോൾ പെർ സെക്കൻഡ് എന്ന് കിട്ടി, മോളാൽ പെർ സെക്കൻഡ് എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇനി ഈ എമ്മിന് പകരം മോൾ പെർ ലിറ്ററിന് പകരമാണ് നമ്മൾ ക്യാപിറ്റൽ എം കൊടുത്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി റിയാക്ഷൻ 2A ഗീവ് പ്രൊഡക്റ്റ്. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഇവിടെ 2 ഉണ്ട്. ഇനി കോൺസെൻട്രേഷൻ ഓഫ് എ ഡിക്രീസ് ഫ്രം 0.5 to 0.4ലേക്ക് ഡിക്രീസ് ചെയ്തു. 10 മിനിറ്റ്സിലാണ് റേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. 2A ഗീവ് പ്രൊഡക്ട്സ് എന്നാണ്. അപ്പോൾ എ എന്ന് നമ്മുടെ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് വരും? ഈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് കൊണ്ട് നമ്മൾ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ A1 എടുത്തെഴുതി, A2 എടുത്തെഴുതി, ടൈം എടുത്തെഴുതി, ഇക്വേഷനിൽ കൊടുത്തു. -1/2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A by delta by delta T equal to -1/2. ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഫൈനൽ കോൺസെൻട്രേഷൻ മൈനസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. -0.1/10, 0.1/20. നമ്മളൊന്ന് സിംപ്ലിഫൈ കഴിഞ്ഞാൽ 0.005 എന്നുള്ള വാല്യൂ ആണ് കിട്ടിയത്. അതായത് 0.005 മോൾ പെർ ലിറ്റർ പെർ മിനിറ്റ് എന്നാണ്. അത് നമ്മൾ ഒന്ന് പോയിൻ്റ് റൗണ്ട് ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ 5 × 10⁻³ മോൾ പെർ ലിറ്റർ പെർ മിനിറ്റ് എന്ന് കിട്ടി. ഈസിയാണ് പ്രോബ്ലം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2A ഗീവ് പ്രൊഡക്റ്റ് എന്നാണ്. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, A plus B give product, the rate law is given തന്നിട്ടുണ്ട്. what is the order? സിമ്പിൾ ആണ് അല്ലേ? ഈ രണ്ട് ഓർഡറുകൾ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ? 1/2 + 2 = 2.5 എന്നാണ് നമുക്കതിൻ്റെ ഓർഡർ കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് മോളിക്യൂൾ X2Y ഫോളോ സെക്കൻഡ് ഓർഡർ. X2Y എന്നുള്ളത് സെക്കൻഡ് ഓർഡർ ആണ്. X is increased to 3 times. How will it affect the rate of formation of Y എന്നാണ്. ബോർഡ് വർക്ക് നോക്കാം. XY എന്നുള്ള റിയാക്ഷനാണ്, സെക്കൻഡ് ഓർഡർ ആണ്. എക്സിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ 3x ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ റേറ്റ് നമുക്കറിയാം, സെക്കൻഡ് ഓർഡറിൻ്റെ റേറ്റ് നമ്മൾ ഇക്വേഷൻ എടുത്ത് എഴുതി. K × കോൺസെൻട്രേഷൻ ഓഫ് X⁻². ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ഇവിടെ 1 വരും, തേർഡ് ഓർഡർ ആണെങ്കിൽ 3 വരും. അത് നമ്മൾ മുൻപത്തെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 3x പകരം എന്താണ് 3x ആണ്. അപ്പോൾ അത് ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മളൊന്ന് എഴുതി. K × 9x² എന്ന് കിട്ടി. 9 നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. അപ്പോൾ ഈ x² ഈ ഒരു വാല്യൂ, അതായത് മുൻപ് ഉണ്ടായിരുന്ന റേറ്റിനേക്കാൾ 9 ടൈംസ് ഇൻക്രീസ് ആണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് X 3 ടൈംസ് ഇൻക്രീസ് ചെയ്തപ്പോൾ സംഭവിച്ചത്. അപ്പോൾ ഇരട്ടിയായി അല്ലേ? ഇൻക്രീസ്ഡ് ബൈ 3 ടൈംസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പറയുന്ന പ്രോബ്ലം എക്സസൈസിലുള്ള പ്രോബ്ലം ആണ്. റേറ്റ് ലോ എക്സ്പ്രഷൻ ഇക്വേഷൻ നിന്ന് ഓർഡർ ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കണം. ഡയമെൻഷൻസും റേറ്റ് ലോ എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബോർഡ് വർക്ക് തന്നെ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമുക്കതിൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ജനറൽ ഫോർമുല അപ്ലൈ ചെയ്ത്, ഈ ജനറൽ ഫോർമുല മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മോൾ പെർ ലിറ്റർ ഓൾ റേസ് ടു 1 - n S⁻⁻1. ഈ ഇക്വേഷനിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് റേറ്റ് ലോ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് ഓർഡർ എഴുതാലോ. ഇതിൻ്റെ ഓർഡർ 2 ആണ്. അപ്പോൾ നമ്മളിവിടെ മോൾ L⁻⁻1 1 - 2 എന്ന് എഴുതി. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്താൽ മോൾ (-1) എന്നും L⁻⁻1 ഇവിടെ ഒരു -1 ആണ്. അത് രണ്ടും കൂടെ എന്തായി +1 ആയി S⁻⁻1 എന്ന് കിട്ടി.
ഇനി സെക്കൻഡ് ഇക്വേഷനിൽ എന്താണ്? റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ H2O2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I മൈനസ് എന്നാണ്. A2H+ൻ്റെ കോൺസെൻട്രേഷൻ ടേം അവിടെ വരുന്നില്ല. നമ്മൾ എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള റേറ്റ് ലോ എക്സ്പ്രഷനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓർഡർ ഈ രണ്ട് പവേഴ്സിൻ്റെ സമ്മ് 2 ആണ്. ഇതുപോലെ തന്നെയുള്ള ഇക്വേഷൻ. ഇനി അടുത്ത ഇക്വേഷനിൽ കിട്ടിയിട്ടുള്ള പവർ ഓർഡർ എന്താണ്? കോൺസെൻട്രേഷൻ ടേമിൻ്റെ പവർ 3/2 ആണ്. ഇതും പറഞ്ഞു നമുക്ക് ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ എളുപ്പം സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതൊരു എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള വാല്യൂ ആണ് ഓർഡർ. അപ്പോൾ 3/2 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ റേറ്റ് ലോ എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓർഡർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം 3/2. ഞാൻ 3/2 എന്ന് പറയുന്നത് ഇവിടെ n അവിടെ നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് -1/2 ആണ് കിട്ടുക. ഇതിലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മോൾ റേസ് ടു -1/2 L റേസ് ടു 1/2 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താണ് +-1 എന്നുള്ള വാല്യൂ ഇവിടെ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷനിൽ എന്ത് കിട്ടി? റേറ്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C2H5Cl ഓർഡർ 1 ആണ്. അപ്പോൾ ഈ ഒരു ടേം 1 - 1 എന്ന് പറയുമ്പോൾ ഈ ഒരു ടേം 0 ആയി. ഈ ടേം റേസ് ടു പവർ 0 വരുമ്പോൾ അതിൻ്റെ വാല്യൂ 1. അപ്പോൾ S റേസ് ടു -1 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വന്നാൽ ആൻസർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓർഡർ എന്താണെന്നുള്ളതും ഓർഡർ മുൻപ് പഠിച്ചു മോളിക്കുലാരിറ്റി എന്താണെന്നും ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് അത് ബേസ് ചെയ്ത് വരുന്ന കുറച്ച് പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം, അതുപോലെ കമൻറ്റും ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള നോട്ട്സുകൾ ടെക്സ്റ്റ് നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക അല്ലെങ്കിൽ ഫയലായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു.